ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. നല്ല ഫേവറേറ്റ് ചില്ലി ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയാൽ പിന്നെ എന്നാ ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നും. നമ്മൾ ഉണ്ടാക്കാനായിട്ട് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 2-3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 2 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക 1 സ്പൂണ്. എന്നിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ച് കൊടുക്കുക. മാറ്റി വെച്ച് ഒരു അരമണിക്കൂറോളം 1/4 മണിക്കൂർ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഓരോന്ന് പിറക്കിയിട്ട് കൊടുത്ത് ഓരോന്നേ പിറക്കിയിട്ട് കൊടുക്കാനുള്ളത് മൊത്തം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ എല്ലാം ഒട്ടിപ്പിടിക്കും. അപ്പം നമുക്ക് ഓരോന്ന് പിറക്കിയിട്ടതിന് ശേഷം അതെല്ലാം വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഒരു ചട്ടിയിലേക്ക് അതേ എണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ വേറെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒരു സവാള വലുതായിട്ട് അരിഞ്ഞ് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അത് അരിഞ്ഞ് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് കീറി അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഒരു ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് 1 സ്പൂണ് കോൺഫ്ലവർ കലക്കി വെച്ചത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കനും ഇട്ട് ഇളക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ്. എന്നാൽ നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ നോക്കുക. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.